Welcome back. Next adjustment, depreciation on branch fixed asset. So branch fixed asset, ബ്രാഞ്ചിലേക്ക് വേണ്ട ഫിക്സഡ് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ രണ്ട് സിറ്റുവേഷൻ ആണ് വരിക. ഒന്നുകിൽ ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഹെഡ് ഓഫീസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും, അതല്ലെങ്കിൽ ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ബ്രാഞ്ച് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഈ രണ്ട് സിറ്റുവേഷൻ ആണ് വരിക. ആദ്യത്തെ സിറ്റുവേഷൻ നോക്കുക. ഇഫ് ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് ഹെഡ് ഓഫീസ്, ഹെഡ് ഓഫീസിൽ തന്നെ അതിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നോർമൽ കേസിൽ നമ്മൾ ഹെഡ് ഓഫീസ് ഒരു ഫിക്സഡ് അസറ്റ് ബ്രാഞ്ചിലേക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ട്, അത് യൂസ് ചെയ്യാൻ അവർ തന്നെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിന്റെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്കിൽ അതിന്റെ എൻട്രി വരുന്നത് ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. അതായത് നമുക്കറിയാം ബ്രാഞ്ച് അക്കൗണ്ടിന്റെ കേസിൽ ബ്രാഞ്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ഹെഡ് ഓഫീസ് ആണ്. ഈ ബ്രാഞ്ച് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്രയാണോ ഫിക്സഡ് അസറ്റ് ഉള്ളത്, അതിപ്പോ 1 lakh റുപ്പീസിന്റെ ആണെന്നുണ്ടെങ്കിൽ ഈ 1 lakh എന്ന് പറയുന്ന എമൗണ്ടിൽ ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഡിപ്രീസിയേഷൻ ആണ് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്. അങ്ങനത്തെ കേസിൽ ഡിപ്രീസിയേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിപ്രീസിയേഷന്റെ എൻട്രി വരുന്നത് ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ടിലും നമ്മൾ ഡിപ്രീസിയേഷന്റെ എൻട്രി പാസ് ചെയ്യണം, ബ്രാഞ്ചിന്റെ അക്കൗണ്ടിലും ബ്രാഞ്ചിന്റെ ബുക്സിലും, അതായത് ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഓപ്പൺഡ് ബൈ ദ ബ്രാഞ്ച്, അതിലും ഡിപ്രീസിയേഷന്റെ എൻട്രി പാസ് ചെയ്യണം. കാരണം ഈ ഫിക്സഡ് അസറ്റ് ഉപയോഗിക്കുന്നത് ആരാണ്? ബ്രാഞ്ചസ് ആണ്. സോ ബ്രാഞ്ചസ് ആണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. സോ അതിന്റെ ഡിപ്രീസിയേഷൻ ഈസ് റിലേറ്റഡ് ടു ബ്രാഞ്ചിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഡിപ്രീസിയേഷൻ. അതുകൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഹെഡ് ഓഫീസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു എൻട്രി ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പാസ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട എൻട്രികൾ ഒന്ന് വരുന്നത് ഹെഡ് ഓഫീസിൽ ഓപ്പൺ ചെയ്യുന്ന ബുക്ക് ഓഫ് അക്കൗണ്ടിൽ, അതായത് ബ്രാഞ്ച് അക്കൗണ്ടിൽ എൻട്രി പാസ് ചെയ്യുക, ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫിക്സഡ് അസറ്റ്. അതായത് ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിക്കുന്ന സമയത്ത് പാസ് ചെയ്തിട്ടുള്ള എൻട്രീന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫിക്സഡ് അസറ്റ്. ഫോർ എക്സാമ്പിൾ ഇവിടെ 10,000 ആണ് ഫിക്സഡ് അസറ്റ് ഡിപ്രീസിയേഷൻ എന്നുണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണ്? 1 lakhന്റെ ഫിക്സഡ് അസറ്റ് ആ ബ്രാഞ്ചിലുണ്ട്, 10,000 ആണ് ഡിപ്രീസിയേഷൻ. സോ ഇൻ ഇഫക്റ്റ് 90,000 ആണ് ആ ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, ഇത് ഏതാണ്? ഹെഡ് ഓഫീസിലാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്, ബ്രാഞ്ച് അക്കൗണ്ട്. ഓക്കെ, ഇനി ഹെഡ് ഓഫീസിൽ ഓപ്പൺ ചെയ്യുന്നത്, അതായത് ബ്രാഞ്ചിൽ നമ്മൾ ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ഓക്കെ, ഈ ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ ഡിപ്രീസിയേഷന്റെ എൻട്രി വരുന്നത്, അവിടെ ഫിക്സഡ് അസറ്റ് വാങ്ങിച്ച എൻട്രി ഒന്നും പാസ് ചെയ്യില്ല, മറിച്ച് എന്ത് മാത്രമേ ഉള്ളൂ? ഡിപ്രീസിയേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എൻട്രി മാത്രമേ പാസ് ചെയ്യേണ്ടതുള്ളൂ. കാരണം ഇത് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഹെഡ് ഓഫീസ് ആണ്. സോ ഡിപ്രീസിയേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എൻട്രി ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ പാസ് ചെയ്യുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ ബൈ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു ഹെഡ് ഓഫീസ് എന്നുള്ള എൻട്രി ആണ് വരുന്നത്. ഓക്കെ, സോ ഈ രണ്ട് എൻട്രീസ് ആണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്ത സിറ്റുവേഷൻ, ഇഫ് ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് ബ്രാഞ്ചിലാണ് നമ്മൾ ഈ ഫിക്സഡ് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്കിൽ, ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്കിൽ, അവിടെയും ഈ പറഞ്ഞതുപോലെ ഫിക്സഡ് അസറ്റ് ബ്രാഞ്ചിന് കൈമാറുന്ന സമയത്ത് അവിടെ ഒരു എൻട്രി പാസ് ചെയ്യുന്നുണ്ട്, അതായത് ഹെഡ് ഓഫീസിൽ ഒരു എൻട്രി പാസ് ചെയ്യുന്നുണ്ട്. കാരണം ഫിക്സഡ് അസറ്റ് പിന്നെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രാഞ്ച് ഹെഡ് ഓഫീസിലും അതുപോലെ തന്നെ പിന്നെ ബ്രാഞ്ചിലും രണ്ടിലും ഫിക്സഡ് ബന്ധപ്പെട്ടിട്ടുള്ള ഈ രണ്ട് എൻട്രികൾ പാസ് ചെയ്യും. അതായത് ഹെഡ് ഓഫീസിലുള്ള ബ്രാഞ്ച് അക്കൗണ്ടിൽ ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ബ്രാഞ്ച് എന്ന് പറയുന്ന എൻട്രിയും, അതുപോലെ തന്നെ ബ്രാഞ്ചിലുള്ള ഹെഡ് ഓഫീസ് അക്കൗണ്ടിലും ഹെഡ് ഓഫീസ് അക്കൗണ്ട് അപ്റ്റർ ടു ബ്രാഞ്ച് എന്ന് പറയുന്ന എൻട്രി പാസ് ചെയ്യുന്നു. കാരണം ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബ്രാഞ്ച് ആണ്. അതുകൊണ്ട് ബ്രാഞ്ചിലും എന്ത് ചെയ്യുന്നുണ്ട്? ഹെഡ് ഓഫീസ് അക്കൗണ്ട് അപ്റ്റർ ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് എൻട്രി പാസ് ചെയ്യുന്നുണ്ട്. ഇനി ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻട്രി പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹെഡ് ഓഫീസിൽ ഉള്ള ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട എൻട്രി ഒന്നും ഉണ്ടാവില്ല. ബ്രാഞ്ച് അക്കൗണ്ടിൽ, അതായത് ഹെഡ് ഓഫീസിൽ ഉണ്ടാകുന്ന ബ്രാഞ്ച് അക്കൗണ്ടിൽ ഇപ്പൊ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ക്രെഡിറ്റ് സൈഡിൽ ബൈ ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എൻട്രി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഡിപ്രീസിയേഷൻ നമ്മൾ കാണിക്കില്ല. ഓക്കെ, അതേസമയം ബ്രാഞ്ചിലുള്ള ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ നമ്മൾ ഹെഡ് ഓഫീസ് വാങ്ങിക്കുന്ന സമയത്തുള്ള എൻട്രി ഹെഡ് ഓഫീസ് അക്കൗണ്ട് അപ്റ്റർ ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കാണിക്കുക. ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ്, അതായത് ഫിക്സഡ് അസറ്റിന്റെ എമൗണ്ട് നമ്മൾ കാണിക്കുക. അതിന്റെ ഡിപ്രീസിയേഷൻ ബൈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ തന്നെ ഒരു അക്കൗണ്ട് പിന്നെ ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ കാണിക്കും. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റർ ടു ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിലാണത് കാണിക്കുക.
ഓക്കെ, ഇവിടെയല്ല കാണിക്കുന്ന, ഹെഡ് ഓഫീസ് അക്കൗണ്ടിലല്ല കാണിക്കുക, പകരം എവിടെയാണ് കാണിക്കുക? ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ ഈ ഒരു എൻട്രി ആണ് പാസ് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ് ടു ഫിക്സഡ് അസറ്റ്. ഓക്കെ, സോ ഇതാണ് ബ്രാഞ്ചിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഹെഡ് ഓഫീസിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻട്രീസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, സോ ഇനി ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. Write necessary journal entries in the books of head office for the following transactions. ഹെഡ് ഓഫീസിലുള്ള ബുക്സ് എന്ന് പറയുമ്പോൾ ബ്രാഞ്ച് അക്കൗണ്ട് ആണ് നമ്മളോട് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, അതിലുള്ള എൻട്രീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു പാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻട്രീസ് ആണ്, ജേർണൽ എൻട്രീസ് ആണ്, അല്ലെങ്കിൽ അക്കൗണ്ട് ആണ് നമ്മളടുത്ത് ചോദിക്കുക. ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ നോക്കുക. ഗുഡ്സ് സെൻഡ് ബൈ ഹെഡ് ഓഫീസ് ഓൺ 25th March rupees 5,000 to the Kochi branch, not yet received by the branch till 31st March 2022. അതായത് 25-ാം തീയതി ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ 31 മാർച്ച് ആയപ്പോഴും അത് എത്തിയിട്ടില്ല, കൊച്ചി ബ്രാഞ്ചിൽ എത്തിയിട്ടില്ല. സോ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ ഒരു ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഓൺ ദ വേ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ അവിടെ പാസ് ചെയ്യുന്ന എൻട്രി ഒന്നുകിൽ ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ പാസ് ചെയ്യും, അല്ലെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ടിൽ പാസ് ചെയ്യും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹെഡ് ഓഫീസിലുള്ള ഇൻ ദ ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിന്റെ പേര് ബ്രാഞ്ച് ആണ്. ബ്രാഞ്ച് അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്യുന്ന എൻട്രി എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് അപ് ടു ബ്രാഞ്ച്, അതായത് ഇവിടെ ഏത് ബ്രാഞ്ച് ആണെന്ന് വെച്ചാൽ കൊച്ചി ബ്രാഞ്ച്. സോ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് അപ് ടു കൊച്ചി ബ്രാഞ്ച് എന്നുള്ളതാണ് ഇവിടെ എൻട്രി വരിക. ഓക്കെ, ദെൻ രണ്ടാമത്തത് ഗുഡ്സ് സെൻഡ് ബൈ കൊല്ലം ബ്രാഞ്ച് ടു കണ്ണൂർ ബ്രാഞ്ച് for rupees 1,800 not yet been recorded. ഗുഡ്സ് സെൻഡ് ബൈ കൊല്ലം ബ്രാഞ്ചിൽ നിന്ന് കണ്ണൂർ ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, പിന്നെ റെക്കോർഡ് ചെയ്തിട്ടില്ല. സോ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് എൻട്രിയാണ് പാസ്? ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തത് അവിടെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ പാസ് ചെയ്യുന്ന എൻട്രി റിസീവിംഗ് ബ്രാഞ്ച് അക്കൗണ്ട് അപ് ടു സെൻഡിങ് ബ്രാഞ്ച്. ഏത് ബ്രാഞ്ചിലാണോ റിസീവ് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്ന ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇവിടെ കണ്ണൂർ ബ്രാഞ്ച് ആണ്. കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് അപ് ടു കൊല്ലം ബ്രാഞ്ച്, അതാണ് എൻട്രി വരിക. ഓക്കെ, റിസീവിംഗ് ബ്രാഞ്ച് അക്കൗണ്ട് അപ് ടു പിന്നെ സെൻഡിങ് ബ്രാഞ്ച് എന്നുള്ളതാണ് എൻട്രി വരിക. ഓക്കെ, അടുത്തത് ഗുഡ്സ് കണ്ണൂർ ബ്രാഞ്ച് പെയ്ഡ് rupees 15,000 ഫോർ എ മെഷീൻ പർച്ചേസ്ഡ് ബൈ ഹെഡ് ഓഫീസ് ഫോർ ദ ലേറ്റർ. അതായത് ഒരു മെഷീനറി ഫിക്സഡ് അസറ്റ് ഹെഡ് ഓഫീസ് പർച്ചേസ് ചെയ്തു ഫോർ ബ്രാഞ്ച്. അതിൽ ബ്രാഞ്ച് അക്കൗണ്ടിലുള്ള എൻട്രി ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങിക്കഴിഞ്ഞാലുള്ള എൻട്രി ഫിക്സഡ് അസറ്റ്, ഇവിടെ ഫിക്സഡ് അസറ്റ് വരുന്നത് മെഷീനറി അക്കൗണ്ട് അപ് ടു കണ്ണൂർ ബ്രാഞ്ച്, അങ്ങനെയാണ് എൻട്രി വരിക. ഓക്കെ.